നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയായ ഏന്തയാറിലെത്തി കെ.ഇ. നജീബിനെ കുറിച്ച് തിരക്കിയാൽ നാട്ടുകാർക്ക് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തീരില്ല. 2021 പ്രളയത്തിൽ ഇടുക്കി കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഏന്തയാർ മുക്കുളം പാലം തകർന്നിരുന്നു. താൽക്കാലികമായി അന്ന് പട്ടാളം പുല്ലാക്കയറിന് കുറുകെ പാലം പണിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 25 ലക്ഷം രൂപ ചിലവ് പഞ്ചായത്തിന് താങ്ങുമായിരുന്നില്ല. അന്ന് പഞ്ചായത്ത് നജീബിനെ സമീപിക്കുകയും പൊളിഞ്ഞുപോയ പാലത്തിന്റെ ഇടഭാഗം ഇരുമ്പ് കേഡറുകൾ ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2023 ഏപ്രിൽ മാസം ഉണ്ടായിരുന്ന ഈ പാലം പൊളിച്ചു മാറ്റി ഗവൺമെന്റ് പുതിയ പാലത്തിന്റെ പണികൾ ആരംഭിച്ചു. വേനലായതിനാൽ പുഴയിലൂടെ ആളുകൾക്കും വാഹനങ്ങൾക്കും യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു. മെയ് മാസമായതോടെ മഴ ആരംഭിച്ചു. പുഴയിൽ വെള്ളം വരികയും ഇതിലൂടെയുള്ള സഞ്ചാരം നിലയ്ക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലെ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് പാലം പൊളിച്ചതോടെ 7 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് പുഴയുടെ മറുകരയിലുള്ള ഭാഗത്ത് എത്താൻ സാധിക്കുക. ഈ പ്രദേശത്തുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും പള്ളിയിലും അമ്പലങ്ങളിലും മദ്രസയിലും കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നതിനും സാധിക്കുമായിരുന്നില്ല. 160 രൂപ വരെ ഓട്ടോ കൂലി കൊടുത്തായിരുന്നു പലരും വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോലും പട്ടണത്തിലേക്ക് പോയിരുന്നത്. പഞ്ചായത്ത് തടി കൊണ്ടുള്ള പാലം പണിയാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല. ജൂൺ മാസം സ്കൂൾ തുറക്കാനിരിക്കെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്ന നില വന്നപ്പോഴാണ് ഇരുമ്പ് കൊണ്ട് പാലം പണിയാമെന്ന ആശയവുമായി നജീബ് നാട്ടുകാരെയും പഞ്ചായത്തിനെയും സമീപിക്കുന്നത്. അങ്ങനെ നാട്ടുകാരുടെയും പ്രവാസികളുടെയും കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്തുകളുടെയും സാമൂഹിക സാംസ്കാരിക മതസംഘടനകളുടെയും സഹായത്തോടെ മെയ് മാസം 23-ാം തീയതി പാലത്തിന്റെ പണി ആരംഭിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാലം പണി തീർക്കണമെന്ന ഉദ്ദേശത്തോടെ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ബിൽഡിംഗ് കോൺട്രാക്ടറുമായ 48-കാരനായ നജീബും 4 സഹായികളുമായി 9 ദിവസം കൊണ്ട് പാലത്തിന്റെ പണി പൂർത്തിയാക്കി. രാത്രിയും പകലുമായി മഴയെ വകവയ്ക്കാതെയാണ് 26.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ പണി പൂർത്തിയാക്കിയത്. പഴയതും പുതിയതുമായ 2.5 ടൺ GI പൈപ്പ് ഉപയോഗിച്ചാണ് നടുക്ക് തൂണുകളില്ലാത്ത ആർച്ച് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കരയിലിട്ടാണ് പാലത്തിന്റെ വെൽഡിംഗ് ജോലികളെല്ലാം ചെയ്തു തീർത്തത്. അതിനുശേഷം ക്രെയിന്റെയും JCBയുടെയും സഹായത്തോടെയാണ് പാലം കോൺക്രീറ്റിലുണ്ടാക്കിയ ബെഡിലേക്ക് കയറ്റിവെച്ചത്. ജൂൺ 3-ന് പാലത്തിന്റെ ഉദ്ഘാടനവും നടന്നു. നടപ്പാതയിലേക്കുള്ള പ്രവേശനോത്സവം എന്നായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് പേര് നൽകിയത്. നാട് മുറിച്ചതിന് ശേഷം സ്കൂളിൽ പോകാനുള്ള കുട്ടികളെയാണ് ആദ്യം പാലത്തിൽ കയറ്റിവിട്ടത്. ഈ പാലം കൂടാതെ നജീബ് ചെയ്തു നൽകിയ ഒട്ടനവധി നിർമ്മിതികളും പ്രദേശത്തുണ്ട്. പ്രളയത്തിൽ കൊക്കയാർ പാലം തകർന്നപ്പോൾ കേഡർ ഉപയോഗിച്ച് പുനർനിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ആ പാലത്തിലൂടെയാണ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. 6 തൂക്കുപാലങ്ങൾ ഇരു പഞ്ചായത്തുകളിലുമായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ തങ്ങൾപ്പാറയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി റോപ്പ് സംവിധാനം ഒരുക്കിയതും നജീബ് തന്നെയാണ്. 1.25 ലക്ഷം രൂപയാണ് പാലം പണിക്കായി വേണ്ടി വന്നത്. നജീബ് തന്റെ ജോലികൾ സൗജന്യമായാണ് ചെയ്തു നൽകിയത്. കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലുള്ള 4 വാർഡുകളിലെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഈ പാലം. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് 30,000 രൂപ എല്ലാ അംഗങ്ങളിൽ നിന്നുമായി സമാഹരിച്ച് നൽകി. നല്ല മനസ്സുള്ള ഇത്തരം ആളുകൾ നാടിന്റെ അഭിമാനമാണെന്നും പ്രസിഡന്റ് മായ ബിനോയ് പറഞ്ഞു. കെ.ഇ. നജീബ് കല്ലിടുംകൽ ഇപ്പോഴെന്നല്ല എപ്പോഴും നാട്ടുകാരുടെ ഹീറോയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar, Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B++ grade. Join JPM. Excel on a campus with quest for quality.